വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടി പഠിക്കാനുണ്ട്, ഇത് എക്സാമിന് വന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. മോഡ്യൂൾ 1 ആൻഡ് 2 2 മാർക്സ് 5 മാർക്സ് ദെൻ അതേപോലെ തന്നെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ തിങ്ക് 85 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം. കാരണം അത്രത്തോളം ലെങ്തി നമ്മുടെ ഈ പറഞ്ഞ മോഡ്യൂളാണല്ലോ സബ്ജക്റ്റിലെ ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2 അത്രത്തോളം ലെങ്ത് ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്. അതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത്. കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ എങ്കിലും മേ ബി ചിലപ്പോൾ ചോദിച്ചാലോ എന്നുള്ള രീതിയിലാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ തന്നെ കുറേ 2 മാർക്സ് ആയാലും മുമ്പ് കാലത്ത് അത് 4 മാർക്സ് ഒക്കെ ആയിരുന്നു. 4 മാർക്സ് ഇപ്പോൾ നമുക്കത് 5 മാർക്സ്. അതേപോലെ തന്നെ essay ടൈപ്പ് അന്ന് 15 ആയിരുന്നു, ഇപ്പോൾ 10 മാർക്സിലാണ്. അതിൻ്റെയൊക്കെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ തന്നെ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തന്നെ നേരത്തെ തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം. 3 പാർട്ടായിട്ടാണ് ഞാൻ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടി ഒന്നും കൂടി കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോസ് യൂസ്ഫുൾ ആയാൽ ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് ഇന്ന് മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 2 മാർക്സ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് essay ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 85 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. മോഡ്യൂൾ 1 2 മാർക്സ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡിഫൈൻ HRM. സെക്കൻഡ് ക്വസ്റ്റ്യൻ what do you mean by human resource management? Third question, define personnel management. Fourth one, what are the core elements of HRM? ഏതൊക്കെ എലമെൻറ്റ്സ്, കോർ എലമെൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. Then what are objectives of HRM? Then അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, what are HRM activities? Next, what is human resource development? Then 8th, what is strategic management? ഇത്രയും 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, കാരണം ഇതിൽ നിന്ന് എന്തായാലും ഒരു 4 മൂന്നെണ്ണെങ്കിലും ചോദ്യങ്ങൾ വന്നേക്കാം. ഓക്കെ, ഇനി 5 മാർക്സ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ HRM, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ദെൻ വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ്. ദ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ദെൻ 12th one, explain the role of HRM. 13th one, role of HRM in strategic management. 14th, explain the future role of HR managers. 15th, what are the operational functions of HRM? The next question, explain the features of personnel management. അവിടെ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റിൽ NEL ആണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഓക്കെ, then 19th one, objectives or purposes of personnel management. Then 20th, explain the functions of human resource manager. 21st, what is the new role of human resource management? Next question, explain the evolution of human resource management. Then 23rd, explain the qualities of HR manager. 24th, difference between HRM and personnel management. The next essay type question ആണ്, describe the functions of HRM. Next, explain the challenges of HRM in an Indian economy or challenges of modern management. ഈ ഒരു essay type questions ഓൾറെഡി ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഇമ്പോർട്ടൻസ് essay type പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നന്നായിട്ട് നോക്കണേ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓരോ മോഡ്യൂളിലും എത്രത്തോളം ഇമ്പോർട്ടൻസ് essay type ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും കാണുക. നെക്സ്റ്റ്, മോഡ്യൂൾ 2 2 മാർക്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് HRP? ദെൻ വാട്ട് ഈസ് HRP സിസ്റ്റം? ദെൻ 29th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ? 30th, what is job analysis? Then 31st, what are contents of job descriptions? 32th questions, what is job classification? 33, question number 33, what is the process of job analysis? ഇവിടെ നമ്മൾ ഈ പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്ത്
ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, ജോബ് ഇവാലുവേഷൻസ് എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് എന്തായാലും ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് വന്നേക്കും കേട്ടോ. ദെൻ 34ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ? 35ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ജോബ് സ്പെസിഫിക്കേഷൻ? 36ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ? 37 ഡിഫൈൻ റിക്രൂട്ട്മെൻറ്റ്. 38 വാട്ട് ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്. 39 വാട്ട് ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഈ പറയുന്ന ഈ ജോബുമായി കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിൽ തന്നെയാണ് ഇത്രയും ഇമ്പോർട്ടൻസ്, എന്തായാലും വന്നിരിക്കും കേട്ടോ, ഷുവറാണേ. ദെൻ 40ാമത്തെ ചോദ്യം, വാട്ട് ഈസ് സസ്പെൻഷൻ? ദെൻ നെക്സ്റ്റ് 41ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡിമോഷൻസ്? ദെൻ 42 വാട്ട് ഈസ് ഇന്നോവേഷൻ? 43 വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും 2 മാർക്സ്. മോഡ്യൂൾ 2-ൽ ഏറ്റവും കൂടുതലായിട്ട്, കാരണം കണ്ടൻറ്റ് കൂടുതലുണ്ടല്ലോ നമ്മുടെ മോഡ്യൂൾ 2-ൽ, അതിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത് കേട്ടോ. അത്രത്തോളം ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 5 മാർക്സ് ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRP? ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് HRP. 46ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മാൻ പവർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ HRP. 48, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് HRP. 49, എക്സ്പ്ലെയിൻ ദ മാൻ പവർ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. 50ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. 51, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ്. 52, എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ്. 53, എക്സ്പ്ലെയിൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ജോബ് അനാലിസിസ്. ദെൻ 54, എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. 55, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. 56, എക്സ്പ്ലെയിൻ ജോബ് സ്പെസിഫിക്കേഷൻ. 57, എക്സ്പ്ലെയിൻ ദ കണ്ടൻറ്റ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. 58, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. 59, വാട്ട് ആർ ദ മോഡേൺ സോഴ്സസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് 60ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സക്സഷൻസ് പ്ലാനിംഗ്? 61, വാട്ട് ഈസ് ജോബ് ഡിസൈൻ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, യൂണിവേഴ്സിറ്റിക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 62, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ജോബ് ഡിസൈൻ. ഇതും ഇമ്പോർട്ടൻറ്റാണ്. ദെൻ 63, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഇമ്പോർട്ടൻറ്റ്. ദെൻ 64, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇത് എസ്സേ ടൈപ്പായിട്ട് അടക്കം ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ 65ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. തൊട്ട് മുമ്പ് ചോദിച്ചത് ഇൻറ്റേർണൽ സോഴ്സസിൻ്റെ, ഇപ്പോൾ ചോദിച്ചത് ഏതാ? എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റൈറ്റ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് സെലക്ഷൻ പ്രാക്ടീസ്? 67, എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. 68ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് സെലക്ഷൻ. 69, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ. നല്ലൊരു ക്വസ്റ്റ്യനാണ്, എസ്സേ ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ 70ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്. 71, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ. 72, വാട്ട് ഈസ് ഇൻഡക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ദെൻ നെക്സ്റ്റ് 73ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് ഇൻഡക്ഷൻ പ്രോഗ്രാം. 74, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഇൻഡക്ഷൻ. 75, വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. 76, ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദെൻ 77, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്. 78, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ക്യാൻ എഫക്ട് HRP. 79, വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ? എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ദ നെക്സ്റ്റ് 80ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ജോബ് ഇവാലുവേഷൻ. 81, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. 82, വാട്ട് ഈസ് സെപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തൊക്കെയാണോ ടൈപ്സ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് 5 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ എസ്സേ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ സയൻറ്റിഫിക് സെലക്ഷൻ പ്രോസസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 84th 84ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ്. 85, എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഇത് ഇത്രയും മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ എക്സാമിന്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 2 മാർക്സ് 5 മാർക്സ് ആൻഡ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിന് പുറമെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് അതേപടി ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ 2 മാർക്സ് ആയാലും 5 മാർക്സും അതേപോലെ തന്നെ എസ്എ ടൈപ്പും ഞാനത് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമ്മുടെ തന്നെ കൊമേഴ്സ് ഈസി ലേണിംഗ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. ഇതിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് 3 എണ്ണം, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവർ നടത്തിയിട്ടുള്ള കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ അതും കൂടി കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ നോക്കുക. അടുത്ത ഒരു വീഡിയോയിൽ മോഡ്യൂൾ 3ഉം മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ബിസിനസ് റെഗുലേഷൻ ബികോമുകാർക്കും ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് BBAക്കാർക്കും ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലേ, ആ 3rd സെമ്മിൽ തന്നെ. അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 1ൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മോഡ്യൂൾ 2ഉം മോഡ്യൂൾ 3ഉം അതേപോലെ തന്നെ എല്ലാ മോഡ്യൂൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളതെല്ലാവരും കാണുക. ഓക്കെ, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ 3rd സെമ്മിൻ്റെ വേറെ സബ്ജക്ട്സും ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രത്തോളേ ഉള്ളൂ. നമുക്കത് വൈൻഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.